സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരണങ്ങനെ മുത്തശ്ശിയോട് പറയണേ, നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ, ഇനിയെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇതുപോലുള്ള ദുഷ്ടചിന്തകളൊക്കെ ഒന്ന് മാറ്റിവെച്ചൂടെ. മറ്റുള്ളവരോടുള്ള വെറുപ്പും പണത്തോടുള്ള ആർത്തിയൊക്കെ മാറ്റിവെച്ച് മനുഷ്യരെ പോലെ ജീവിക്കാൻ നോക്ക്. അങ്ങനെ പറഞ്ഞ വരുൺ കാറെടുത്ത് അവിടെ നിന്നും പോകുവാണ്. ഈ സമയം വരുൺ പറഞ്ഞതൊക്കെ കേട്ട് ആകെ കല്ലുതുള്ളി നിൽക്കുവാണ്ട് മുത്തശ്ശി. പിന്നീട് കാർ ഓടിച്ചു പോകുന്ന വരുണിനെയാണ് കാണിക്കുന്നത്. ഈ സമയം പ്രിയങ്കയുടെ ദേഷ്യത്തിലൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ വരുൺ. പിന്നിലെ ടെൻഷനോട് കൂടി രാധികയും ഇരിക്കുന്നുണ്ട്. അന്നേരം രാധിക മനസ്സിൽ വിചാരിക്കുക, ഇനി കണിമംഗലത്ത് നിൽക്കുന്നത് ശരിയല്ല, നാളെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയേ പറ്റൂ. പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്ത് തിരിച്ചെത്തുന്ന വരുണിനെയും പ്രിയങ്കനെയും രാധികേനെയാണ് കേട്ടോ. അങ്ങനെ കാറിൽ നിന്നിറങ്ങുന്നതിനും രാധികയോട് പ്രിയങ്ക പറയണേ, ഇത്രയൊക്കെ ചെയ്തിട്ട് മതിയായില്ലേ, എൻ്റെ ജീവിതം മുഴുവനായിട്ട് നശിപ്പിക്കാനാണ് ഇവിടെ നിൽക്കുന്നത്, നാളെ തന്നെ ഇവിടെ നിന്ന് പൊക്കോണം. അങ്ങനെ പറഞ്ഞ് പ്രിയങ്ക ദേഷ്യത്തിൽ അകത്തേക്ക് കയറി പോകുവാണ്. ഈ സമയം പ്രിയങ്കയുടെ ദേഷ്യമൊക്കെ കണ്ടിട്ട് മുത്തശ്ശിയും പത്മിനിയും കാര്യം മനസ്സിലാവാതെ അന്തം വിട്ട് നിൽക്കുവാണ്ടോ. അങ്ങനെ മുത്തശ്ശി വരുണിനോട് ചോദിക്കണേ, എന്തു പറ്റിയടാ പ്രിയങ്ക എന്താ ഇങ്ങനെ ദേഷ്യം പിടിച്ച് പോകുന്നത്? അല്ല എന്താ ക്ഷേത്രത്തിലെ പൂജയൊക്കെ ഭംഗിയായിട്ട് നടന്നില്ലേ? അന്നേരം വരുൺ പറയണേ, പൂജയൊക്കെ ഭംഗിയായിട്ട് തന്നെ നടന്നു. ഇന്നത്തെ പൂജ കൊണ്ടൊരു ഉപകാരം ഉണ്ടായി. എനിക്ക് ചിലരോട് നേരിട്ട് ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടതുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് രാധിക ഒന്നിങ്ങനെ നോക്കുവാണ് കേട്ടോ. ഈ സമയം രാധിക ചോദിക്കണേ, അല്ല മുത്തശ്ശി, എന്നാൽ പിന്നെ ഞാൻ ഇന്ന് തന്നെ തിരിച്ച് ആറ്റുവാശ്ശേരിയിലേക്ക് പോയിക്കോട്ടെ, ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നുമില്ലല്ലോ. അന്നേരം മുത്തശ്ശി പറഞ്ഞേ, അയ്യോ അങ്ങനെ പറയല്ലേ മോളെ, മോൾ അങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവുക? നാളെയല്ലേ വരുണിന് വേണ്ടി പൂജ നടത്തിയ അതിൻ്റെ ഭാഗമായിട്ടുള്ള അവസാനത്തെ പൂജ, അത് നാളെ അമ്പലത്തിൽ വെച്ച് നടക്കുമല്ലേ, അതിന് മോളും വേണം. മോളില്ലെങ്കിൽ പിന്നെ ആ പൂജ എങ്ങനെയാണ് പൂർത്തിയാവുന്നത്? അങ്ങനെ മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ട് സംശയത്തോടെ നിൽക്കുവാണ്ടോ രാധിക. ഈ സമയം മുത്തശ്ശി പറയണേ, മോള് നാളത്തെ ചടങ്ങുകളും കൂടി കഴിഞ്ഞ് പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. അന്നേരം വരുണും പറയണേ, അതെ അതെ, നാളത്തെ ചടങ്ങും കൂടി കഴിയട്ടെ. ഈ സമയം പത്മിനിയും പറയുന്നുണ്ട്, അതേ മോള് വേണം നാളത്തെ ചടങ്ങിലും, അതിനുശേഷം നമുക്ക് പോകുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കാം. അങ്ങനെ പറഞ്ഞ പത്മിനിയും മുത്തശ്ശിയും അകത്തേക്ക് പോകുവാണ്ടോ. ഈ സമയം വരുൺ രാധികയോട് പറയണേ, അതെ, താലി കെട്ടിയവൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്, ഇനി താലി സംരക്ഷിക്കുന്ന താൻ വേണം തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കാൻ, മനസ്സിലായോ എന്ന് വരുൺ രാധികയുടെ കവളിങ്ങനെ പിടിക്കുവാണ്ടോ. ഈ സമയം രാധികയാണെങ്കിൽ ആരെങ്കിലും കണ്ടോ എന്നുള്ള മട്ടിൽ ചുറ്റും നോക്കുവാണ്. അന്നേരം വരുൺ പറയണേ, പേടിക്കണ്ട, ആരും കണ്ടിട്ടില്ല, എന്നാൽ ശരി പൊക്കോ. അങ്ങനെ രാധിക വേഗം തന്നെ അവിടെ നിന്ന് ഓടിപ്പോകുവാണ്. ഈ സമയം അതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് വരുണും. പിന്നീട് കാണിക്കുന്നത് മ്യൂസിക് സ്കൂളിൽ പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാധികേനെയാണ് കേട്ടോ. ഈ സമയം സ്കൂളിലേക്ക് വരുമായിരിക്കും അമൃതയും ക്ഷമയും കൂടി. അങ്ങനെ പുറത്തു വെച്ച് തന്നെ ആ പാട്ട് കേട്ടിട്ട് അമൃത അതിശയത്തോടെ നിൽക്കുവാണ്. നിങ്ങളുടെ രണ്ടാളുടെ ശബ്ദം വേർതിരിച്ച് പറയാൻ പോലും പറ്റുന്നില്ല, എന്തൊരു സമയം രണ്ടാളുടെ ശബ്ദങ്ങൾ തമ്മിൽ, എത്ര നന്നായിട്ടാണ് പാട്ട് പാടുന്നത്. അന്നേരം ക്ഷമ പറഞ്ഞേ, എടുത്തേ അകത്തേക്ക് വാ, മോളേന് മേരി കാണണ്ടേ. അങ്ങനെ പറഞ്ഞ് അമൃതയും കൂട്ടി അകത്തെത്തുവാണ്ടോ. അങ്ങനെ കുട്ടികൾക്ക് സംഗീതം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാധികയെ കണ്ട് കണ്ണുകളെടുക്കാതെ രാധികയെ തന്നെ നോക്കി അതിശയത്തോടു കൂടി നിൽക്കുവാണ് അമൃത. ഈ സമയം അവരവിടെ വന്ന് നിൽക്കുന്നത് കാണുന്നതും രാധിക അവിടെ നിന്ന് എണീറ്റ് അവരുടെ അരികിലേക്ക് ചെല്ലുവാണ്ടോ. ഈ സമയം രാധികക്ക് ശ്യാമ അമൃതയെ പരിചയപ്പെടുത്തി കൊടുക്കുക. മോളെ, ഇത് എൻ്റെ ഫ്രണ്ടാ അമൃത, അശ്വതി ചേച്ചി കുറച്ച് നാളത്തേക്ക് ഇനി മ്യൂസിക് സ്കൂളിൻ്റെ കാര്യങ്ങളൊന്നും നോക്കില്ല, അപ്പോൾ ആ സമയം മ്യൂസിക് സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ പോകുന്നത് അമൃതയായിരിക്കും. മോൾക്ക് എന്ത് വേണമെങ്കിലും അമൃതയോട് പറയാൻ കേട്ടോ, അതിന് ഒരു മടിയും വിചാരിക്കേണ്ട. ഈ സമയം അമൃതയാണെങ്കിൽ രാധിക ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്നേരം അതുകൊണ്ട് രാധിക ചോദിക്കണേ, എന്താ മാഡം എന്തെങ്കിലും നോക്കുന്നത്? ഈ സമയം അമൃത പറയണേ, ഒന്നുമില്ല മോളെക്കുറിച്ച് ഫിദ കുറേ പറഞ്ഞിട്ടുണ്ട്, കുറേ എന്ന് പറഞ്ഞാൽ ഇനി പറയാൻ ബാക്കിയൊന്നും ഇല്ലയെന്ന് വേണം പറയാനായിട്ട്. എന്നിട്ട് രാധികയുടെ കവിളിലിങ്ങനെ പിടിക്കുക. എന്നിട്ട് പറയണേ, ഫിദയുടെ മോളല്ലേ, അപ്പം ഞാനും മോളെപ്പോലെ തന്നെയല്ലേ കാണേണ്ടത്, എന്നാൽ ശരി മോള് പോയി ക്ലാസ് കണ്ടിന്യൂ ചെയ്തോളൂ. അങ്ങനെ രാധിക വീണ്ടും പോയി അവിടെ പാട്ട് പാടാൻ ഇരിക്കുവാണ്. ഈ സമയം ഒത്തിരി സന്തോഷത്തോടെ അമൃതയും ക്ഷമയും കൂടി പുറത്തേക്ക് വരുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ മാലതിയും കൂടി പുറത്തെടുത്ത് സ്ഥലത്ത് വെച്ച് കാണുന്നതാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അന്നേരം മാലതി പറയുന്നുണ്ട്, ഐശ്വര്യ മാഡം, എനിക്ക് ശ്യാമ മാഡത്തിൻ്റെ ചില പെരുമാറ്റത്തിലൊക്കെ ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. എന്ത് സംശയങ്ങളാണ് നിനക്ക് തോന്നിയത്? അന്നേരം മാലതി പറയണേ, മാഡത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളാണല്ലോ നോക്കി നടത്തുന്നതൊക്കെ. ഇന്ന് ഞാൻ മാഡത്തെ കൊണ്ട് ചില പേപ്പറിൽ സൈൻ ചെയ്യിക്കാൻ നിന്നിരുന്നു, എന്നാൽ മാഡത്തിന് സമയമില്ലെന്നും അത്യാവശ്യമായിട്ട് ഉടനെ തന്നെ മ്യൂസിക് ക്ലാസ്സിലേക്ക് പോകണമെന്നും പറഞ്ഞ് റെഡി ആയിക്കൊണ്ടിരിക്കുമായിരിക്കുന്നു. അന്നേരം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനും മാഡത്തിൻ്റെ കൂടെ മ്യൂസിക് ക്ലാസ്സിലേക്ക് വരാമെന്ന്. അന്നേരം ശ്യാമ മാഡം എന്നെ തടഞ്ഞു, എന്നോട് അങ്ങോട്ടേക്ക് വരണ്ടെന്ന് കർശനമായി തന്നെ പറഞ്ഞു. മാത്രമല്ല ഇതിനു മുമ്പൊന്നും മാഡം ഇങ്ങനെ എന്നെ വിലക്കിയിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്കവിടെ ആ കാര്യത്തിൽ എന്തോ ഒരു സംശയം തോന്നി. ഇനി നമ്മളാരും അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും രഹസ്യം ആ മ്യൂസിക് സ്കൂളിലുണ്ടെങ്കിലോ? ഈ സമയം ഐശ്വര്യ പറയണേ, അത് ശ്യാമ മ്യൂസിക് സ്കൂൾ തുടങ്ങിയിരിക്കുന്നത് തന്നെ
പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാനും പിന്നെ ശ്യാമക്കൊരു മനസ്സമാധാനം കിട്ടാനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ടായിരിക്കും നീ അങ്ങോട്ട് ചെന്ന ബിസിനസ് കാര്യങ്ങളും കണക്കുമൊക്കെ ആയിട്ട് അത് പിന്നെ ശ്യാമക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? അതുകൊണ്ടായിരിക്കും ശ്യാമ നിന്നോട് പറഞ്ഞത്. എന്നോടും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അവിടുത്തെ കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് ഇടപെടേണ്ടെന്ന്. ഈ സമയം മാലതി വരണേ, അതൊക്കെ ശരിയായിരിക്കാം. എന്നാലും ഇതുവരെ ഒരു കാര്യത്തിലും ഇതേപോലെ വിലക്കാത്ത ശ്യാമ മാഡം എന്തുകൊണ്ട് ആ ഒരു കാര്യത്തിൽ മാത്രം ഇത്രയും വിലക്കുന്നു? അതാണ് എൻ്റെ സംശയം. ഐശ്വര്യ മാഡത്തിനും അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചും അവിടെ എന്താ നടക്കുന്നതെന്നും കൂടുതലായിട്ടൊന്നും അറിയില്ലല്ലോ. ഈ സമയം ഐശ്വര്യ പറയണേ, മാലതി, ശ്യാമയുടെ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ നിന്നെ ഞാൻ ഏൽപ്പിച്ച സമയത്ത് എനിക്ക് ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നീ എന്നെ അത്ഭുതപ്പെടുത്തി. നീ ശ്യാമയുടെ ചെറിയൊരു നീക്കം പോലും വളരെ സൂക്ഷ്മമായിട്ട് തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. എന്താണെങ്കിലും നമുക്ക് ആ മ്യൂസിക് സ്കൂളിനെ കുറിച്ചൊന്ന് അന്വേഷിക്കാം. ഇനി ശ്യാമ അവിടെ ഏതെങ്കിലും ഭൂതത്താന്മാരെ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. നിന്റെ സംശയം ശരിയാണോ എന്നും അറിയാം. അന്നേരം മാലതി ചോദിക്കുക, അല്ല മാഡം എന്നെ കളിയാക്കിയതാണോ? ഏയ്, ഞാൻ കാര്യമായിട്ട് തന്നെയാണ് പറഞ്ഞത്. ആ മ്യൂസിക് സ്കൂൾ എവിടെയാണെന്നുള്ളതൊന്നും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നീ കളക്ട് ചെയ്യും. ഇതുവരെ ശ്യാമ എൻ്റെ നിയന്ത്രണത്തിനുള്ളിലായിരുന്നു. അവളെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും കുറച്ച് നാളായിട്ട് കൈകാര്യം ചെയ്യുന്നതും മനസ്സിലാക്കി വെച്ചിരിക്കുന്നതും ഞാനായിരുന്നു. എന്നാൽ ഈ അടുത്തിടെയായിട്ട് ശ്രീകൃഷ്ണപുരം അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചില കാര്യങ്ങളിൽ ചില നിഗൂഢതകളുണ്ട്. അത് ശ്യാമ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു വിവരം എനിക്കും കിട്ടിയിട്ടില്ല. എന്താണെങ്കിലും അങ്ങനെ ഒരു രഹസ്യം ശ്യാമ നമ്മളിൽ നിന്ന് ഒളിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വൈകാതെ തന്നെ ഞാൻ കണ്ടെത്തിയിരിക്കും. പിന്നീട് കാണിക്കുന്നത് അമൃതയും ശ്യാമയും കൂടി പുറത്തു നിന്ന് സംസാരിക്കുന്നതാണ്. അന്നേരം അമൃത പറയണേ, മോള് ശ്യാമയെ പോലെയാണെന്ന് പറഞ്ഞപ്പോൾ വാത്സല്യം കൊണ്ട് അങ്ങനെ പറയുന്നതായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതിപ്പോൾ ശ്യാമയെ കുത്തിവെച്ചിരിക്കുന്നത് പോലെ തന്നെ അല്ലേ ഉള്ളത്. ഒരു സാരി ഇട്ട് കഴിഞ്ഞാൽ തനി ശ്യാമ തന്നെ. ശരി, അമൃത എടുത്ത് പറഞ്ഞത്. അവളെനിക്ക് വലിയ വലിയ ഉയരങ്ങളിൽ എത്തിക്കണം. എനിക്കെത്തിപ്പെടാം. ഞാൻ എത്തിപ്പെടുന്നതിനേക്കാളും വലിയ വലിയ ഉയരത്തിൽ എൻ്റെ മോളെത്തണം. അതെനിക്ക് കണ്ണിറയെ കാണണം. അതാ എൻ്റെ ആഗ്രഹം. ഈ സമയം അമൃത പറയുന്നുണ്ട്, ശ്യാമേ, ഈ ഒളിച്ചുകളി അധിക നാളത്തേക്ക് നീട്ടിക്കൊണ്ട് പോകണ്ടെന്ന എൻ്റെ അഭിപ്രായം. എല്ലാ കാര്യങ്ങളും ഉടനെ തന്നെ മോളെ അറിയിക്കണം. എല്ലാവർക്കും മുമ്പിൽ വെച്ച് ശ്യാമ തൻ്റെ മോളെ ചേർത്ത് പിടിക്കണം. നിങ്ങളൊന്നിച്ച് പൊതുവേദികളിൽ പാടുകയും എല്ലാവർക്കും മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ഒക്കെ വേണം. അങ്ങനെ അതെല്ലാം കേട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് ശ്യാമ. പിന്നീട് കാണിക്കുന്നത് വരുൺ പരമേശ്വരൻ്റെ റൂമിലേക്ക് എത്തുന്നതാണ്. അച്ഛൻ എന്നെ കാണണമെന്ന് പറഞ്ഞില്ലേ? ആ പറഞ്ഞു, നീ ഇരിക്കേ. അങ്ങനെ പരമേശ്വരനകത്തു നിന്ന് കുറച്ച് ഫയൽസൊക്കെ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുവാണ്, വരുൺ, കുറച്ച് ദിവസമായിട്ട് നീ പലതവണ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാണ്. നമ്മൾ തമ്മിൽ അധികം സംസാരിക്കാറുമില്ല. ഞാൻ കരുതിയത് ഞാനും എൻ്റെ മകനും തമ്മിൽ ഒരിക്കലും ഇതുപോലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളൊന്നും വരില്ല എന്നായിരുന്നു. പക്ഷേ നമുക്കിടയിലും ചില കാര്യങ്ങളിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായി. ഈ അച്ഛൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരിയായിരുന്നു എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ മോനുണ്ടാകുമെന്ന്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിടത്ത് പോലും എനിക്ക് തോക്കേണ്ടി വരില്ല എന്ന്. എന്നാൽ ചില പ്രത്യേക കാര്യങ്ങളാൽ നമ്മൾ തമ്മിൽ അകലേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ നിന്നോട് മിണ്ടാതെ സംസാരിക്കാതിരിക്കാൻ ഈ അച്ഛനെ കൊണ്ടാവുന്നില്ല മോനെ. എനിക്കത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അന്നേരം വരുണും വല്ലാതെ വിഷമമാകുകൊണ്ട് അച്ഛൻ്റെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ, അച്ഛാ, എനിക്കും എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ ജീവനാണ്. അച്ഛനോട് സംസാരിക്കാതിരിക്കുന്നത് അച്ഛനോടുള്ള ദേഷ്യം കൊണ്ടല്ല. എൻ്റെ ഭാഗത്തു നിന്നും അച്ഛനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിപ്പോയി. അത് അച്ഛൻ്റെ മനസ്സിനെ ഒത്തിരി മുറിവേൽപ്പിച്ചു എന്നും എനിക്കറിയാം. അതിൻ്റെ ഒരു കുറ്റബോധം കാരണമാണ് എനിക്ക് അച്ഛനോട് പഴയതുപോലെ ഉള്ളു തുറന്ന് സംസാരിക്കാൻ പറ്റാതെ പോയത്. എൻ്റെ അച്ഛനോട് ഒരിക്കലും എനിക്ക് ദേഷ്യമില്ല. നമുക്ക് ഇഷ്ടം കൂടുതലുണ്ടാകുമ്പോഴാണല്ലോ ഇങ്ങനെ ചില ഫീലിങ്സ് ഒക്കെ തോന്നുന്നത്. ഈ സമയം പരമേശ്വരൻ പറയണേ, മോനെ വരുൺ, അച്ഛന് പ്രായമായി. ശാരീരികമായിട്ടും മാനസികമായിട്ടും ചില ആവശ്യകതകളുമുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനി കാര്യങ്ങളൊന്നും ഇനി എനിക്ക് ഒറ്റയ്ക്ക് നോക്കി നടത്താനാവില്ല. അതുകൊണ്ട് അതല്ല, ഇനി നീ തന്നെ നോക്കി നടത്തണം. അന്നേരം വരുൺ പറയണേ, അച്ഛനെ ഞാൻ എതിർക്കുവാണെന്ന് വിചാരിക്കരുത്. പക്ഷേ കമ്പനി കാര്യങ്ങൾ എല്ലാം ഒന്നും അച്ഛനെ എന്നെ ഏൽപ്പിക്കേണ്ട. പക്ഷേ അച്ഛൻ്റെ ആരോഗ്യം എനിക്ക് പ്രധാനപ്പെട്ടതാണ്. ഈ അവസ്ഥയിൽ അച്ഛന് കമ്പനി കാര്യങ്ങൾ നോക്കി നടത്താൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അച്ഛനൊരു പകരക്കാരൻ ആ ഒരു നിലയ്ക്ക് കുറച്ച് കാര്യങ്ങളായിട്ട് ഞാൻ നോക്കിക്കോളാം. ഈ സമയം പുറത്തു നിന്ന് കൽപ്പനയും ഉർവശിയും ഇവരുടെ സംസാരമെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടാകും കേട്ടോ. അന്നേരം വരുണിൻ്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ പരമേശ്വരന് സന്തോഷമാകണേ. എന്നിട്ട് അച്ഛൻ പറയണേ, മോനെ, നീ ഒന്ന് നിവർന്ന് നിന്നാൽ നിന്നെക്കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഈ 2 ഫയൽസിലും നമ്മുടെ കമ്പനി കാര്യങ്ങളെക്കുറിച്ച് നിനക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വായിച്ചാൽ നിനക്ക് ഏറെക്കുറെ ഒരു ഐഡിയ ഒക്കെ കിട്ടും. നീ ഇത് വാങ്ങിക്കണം. അങ്ങനെ വരണ ഫയൽസുകളെല്ലാം ഏറ്റെടുക്കുവാണ് കേട്ടോ. എന്നിട്ട് പരമേശ്വരൻ്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുവാണ്. നന്നായി വരും എന്ന് പറഞ്ഞ് പരമേശ്വരനാണെങ്കിൽ വരുൺ അനുഗ്രഹിക്കുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കണ്ടും കേട്ടും ദേഷ്യത്തോടു കൂടി നിൽക്കുവാണ് കൽപ്പനയും ഉർവശിയും ഒക്കെ. പിന്നീട് റൂമിലിരുന്ന് ഇക്കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൽപ്പനേനെയും ചന്ദ്രശേഖരനെയും ഗൗതത്തിനെയും ഉർവശിനെയും ഒക്കെ ഉണ്ട് കാണിക്കുന്നത്. അന്നേരം കൽപ്പന പറയണേ, എല്ലാം ഇളയച്ചൻ്റെ പിടിപ്പിക്കേണ്ടി തന്നെയാണ്. അച്ഛൻ ഗൗതത്തിനെ പിൻഗാമിയാക്കാൻ പോകുന്നു എന്നറിഞ്ഞ് ചെറിയച്ഛൻ ഒരുപാട് അങ്ങ് അഹങ്കരിച്ചു. എന്തിന്, എന്നെപ്പോലും പലതവണ അവഗണിച്ചു. ഞാനെന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നാൽ പോലും അതിന് വലിയ വില പോലും തന്നിട്ടില്ല.
എന്നിട്ടിപ്പോൾ അവസാനം എന്തായി? അച്ഛൻ സ്വത്തുക്കളെല്ലാം വരുണിനെ ഏൽപ്പിക്കാൻ പോകുക. കമ്പനി കാര്യങ്ങളെല്ലാം വരുണിന് കൈമാറി കഴിഞ്ഞു. എനിക്കതിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും സംഭവിക്കാനിരിക്കുന്നില്ല. ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമകളാ. എന്നാൽ തെരുവിലേക്ക് അവസാനം ഇറങ്ങേണ്ടി വരുന്നത് ചെറിയച്ഛന് കുടുംബം തന്നെയായിരിക്കും. നാളത്തെ അമ്പലത്തിലെ ചടങ്ങും കൂടി നടന്നു കഴിഞ്ഞാൽ പിന്നെ വരുണിനെ നമുക്ക് ഒരിക്കലും എതിർക്കാൻ പറ്റില്ല. അവനായിരിക്കും ഇതിൻ്റെ എല്ലാത്തിൻ്റെ പുതിയ ചക്രവർത്തി. അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, അതിന് നാളത്തെ ചടങ്ങുകൾ പൂർത്തിയാക്കി വരുൺ ജീവനോടെ വന്നാലല്ലേ? അത് കേൾക്കുന്നതും കൽപ്പന വരണേ, എത്ര തവണ വരുണിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതാ, എന്നിട്ട് എന്തെങ്കിലും നടന്നോ? എല്ലാത്തിനും അവൻ ഏതൊരു ദിവ്യശക്തി രക്ഷിക്കുകയല്ലേ. ഇനിയൊന്നും നടക്കാനും പോകുന്നില്ല. എനിക്കതിലുള്ള വിശ്വാസമൊക്കെ പോയിരിക്കുക. ഈ സമയം ഗൗതം പറയണേ, കൽപ്പനെ, ഇത്തവണ ഞങ്ങൾ വരണ്ട ജീവൻ ഇല്ലാതാക്കാനായിട്ട് ഒരു അടിപൊളി പ്ലാൻ തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പ്ലാനിൽ നിന്ന് അവൻ എന്താണെങ്കിലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഈ സമയം ചന്ദ്രശേഖരൻ പറയണേ, അതെ, ഇതിനു മുമ്പ് പലതവണ അവനെ കൊല്ലാൻ നോക്കിയപ്പോൾ ഏതോ ഒരു ശക്തി അവനെ രക്ഷിച്ചു. അതുകൊണ്ട് തന്നെയാണ് ആ ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അവൻ ഇല്ലാതാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. നാളെ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ ശ്വാസം മുട്ടി അവൻ മരിക്കും. പിന്നീട് ഏട്ടൻ എങ്ങനെയാണ് അവന് സ്വത്തുക്കൾ കൈമാറാൻ പോകുന്നതെന്ന് എനിക്കൊന്ന് കാണണം. നാളത്തോടെ വരുണിൻ്റെ കഥ തീർന്നിരിക്കും. അങ്ങനെ ചന്ദ്രശേഖരൻ്റെ ആ വാക്കുകളൊക്കെ കേട്ട് സന്തോഷത്തോടെ നിൽക്കുവാണ് കൽപ്പനയും ഗൗതമും ഒക്കെ. അപ്പോൾ ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്